ഞാൻ അവിടെ നിന്ന് പെട്രോൾ പമ്പിൻ്റെ അവിടെ നിന്നൊരു ലോട്ടറിക്കാരനായിട്ട് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് 1:20 അപ്പോഴാണ് പെട്രോൾ പമ്പിലെ ആൾ വന്നിട്ട് പറഞ്ഞ് ഇതെന്തായാലും നിൻ്റെ ബോട്ടിടിച്ച് ആൾക്കാരൊക്കെ വെള്ളത്തിൽ ഓടണം, ആൾക്കാർ ഓടണം. ഞാനും ഓടിക്കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ള ഉണ്ടായിരുന്ന ആളുകൾ അവിടെ ചൂണ്ടിടുന്ന ആൾക്കാർ ഒച്ചെടുത്തിട്ടുണ്ട്. ഇവൻ്റെ ബോട്ടിൻ്റെ വരവ് കണ്ടിട്ട് ഒച്ചെടുത്തിട്ട് ഇവന് ഇത് ചെയ്തില്ല. മറ്റേ സിയോൺ എന്ന് പറഞ്ഞ വള്ളത്തിന് കവർ ചെയ്തിട്ടാണ് ഇവൻ കയറിപ്പോണം. പക്ഷേ കാലിയാണ് അവർ കയറാൻ. സിയോൺ ബാക്ക് എടുത്ത് ഒച്ചെടുത്തത് ഇവൻ കയറാണ്ട് ബോട്ട്. അപ്പം നമ്മളിങ്ങനെ കയറുക, നമ്മളെ ബോട്ട് ഇങ്ങനെ കയറി റിവേഴ്സ് ബെല്ല് കൊടുത്തിട്ട് കയറ്റണം. അങ്ങനെ റിവേഴ്സ് ബെല്ല് കൊടുത്ത് കയറ്റുന്ന ടൈമിനാണ് ഇവൻ വന്ന് കയറി ഇരിക്കണേ. ഐഡിയയിൽ സാധനം ഉണ്ടാകും. പെട്രോൾ പമ്പിൽ നിന്ന് അവർ ആളിറക്കി എണ്ണ അടിച്ച് വിറ്റുപോയതാണ്. അവർ വിറ്റുപോയപ്പം അവിടുന്ന് അക്കരയിൽ നിന്ന് ഫെറിബോട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഡ്രൈവറിനെ കാണാൻ പറ്റില്ല. ഓടിക്കുന്ന ആൾക്ക്, മഞ്ചിലിരിക്കുന്ന ആൾക്ക് മുമ്പിലുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്തൊക്കെ വന്നിട്ടുണ്ട്. അതിന് മുമ്പിൽ ഏറ്റവും മുമ്പിൽ ഒരാൾ നിന്നിട്ട് കൈ കാണിക്കും, അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി. പക്ഷെ ആ ആളുണ്ടായിരുന്നു മോളിൽ പറഞ്ഞു കൊടുക്കുന്ന ആളില്ലേ, അയാൾ ശ്രദ്ധിച്ചില്ല. അയാൾ ബോട്ട് അവർ വിചാരിച്ച് ഇവർ മാറ്റുന്നു, ഇവർ വിചാരിച്ച് അവർ മാറ്റുമെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ വന്നു. അങ്ങനെ അപകടം നടന്നു. അപ്പോൾ തന്നെ ബോട്ട് മുങ്ങി. ബോട്ടെന്ന് പറഞ്ഞാൽ ഒരു 35 കൊല്ലം പഴക്കമുള്ള ബോട്ടാണ്. അപ്പോൾ പിന്നെ ബോട്ട് അപ്പത്തിന് താന്നുപോയി. പിന്നെ ഈ വീടുണ്ടല്ലോ ഓട്ടോറിക്ഷക്കാരും അവിടെ കണ്ടിരുന്ന ആൾക്കാരെല്ലാം കൂടി വെള്ളത്തിൽ ചാടി ആളുകളൊക്കെ വെച്ച് ആൾക്കാരെല്ലാം ചേച്ചി പിന്നെ ഞാനങ്ങ് പോയില്ല. അത് കണ്ടാൽ എനിക്ക് ഭയങ്കര പ്രയാസം വരും. ഓണാഘോഷത്തിന്റെ ആരവങ്ങളിലായിരുന്ന ഓണനഗരത്തിലേക്ക് നട്ടുച്ചയോടെയാണ് ആ വാർത്ത എത്തിയത്. ഫോർട്ട് കൊച്ചിയിൽ യാത്രാ ബോട്ട് മുങ്ങിയത് ആഘോഷത്തെ ആശങ്കയിലേക്ക് വഴിമാറ്റുന്നതിന് ഇടയാക്കി. പക്ഷേ ബോട്ടിൽ എത്ര പേരുണ്ടായിരുന്നു എന്നത് ആദ്യ സമയങ്ങളിൽ കണ്ടെത്താനായില്ല. 27 പേർക്ക് ടിക്കറ്റ് കൊടുത്തുവെന്ന സൂചന വീണ്ടും മരണസംഖ്യയെക്കുറിച്ചുള്ള ആശങ്ക ഉയർത്തി. ഒരു കുട്ടി ഒഴുക്കിൽപ്പെട്ടുവെന്ന വാർത്ത വന്ന് നിമിഷ നേരങ്ങൾക്കുള്ളിൽ 3 പേരുടെ മരണം TV ചാനലുകളിലൂടെ പുറത്തുവന്നു. 2 പുരുഷന്മാരും 1 സ്ത്രീയും എന്നതായിരുന്നു വിവരം. ആണുങ്ങളെ ആൺപിള്ളേരൊക്കെ കുറേ പേര് നീന്തി പെട്ടായി. ഈ പെണ്ണുങ്ങളും ഇതും ബോട്ടിൽ പെട്ടുപോയവരാണ്. ഇവര് ബോട്ടിൽ 25ഓളം ടിക്കറ്റ് കൊടുത്തെന്നാണ് ഇവർ ആദ്യം പറഞ്ഞൊരു നിഗമനം. പക്ഷേ 26ഓളം പേരെ നമ്മൾ ഓൾറെഡി വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ടായി. പിന്നീടാണ് 11 പേര് മരിച്ചതും കിട്ടിയത്. അപ്പോൾ ഇവരുടെ കണക്കൂട്ടിലൊക്കെ തെറ്റായിരുന്നു. അത് ഒരു കൃത്യമായ കണക്കും അവർക്കുണ്ടായിരുന്നില്ല. കണക്ക് കിട്ടൂല. ഇവിടെ ടിക്കറ്റ് അങ്ങോട്ട് കൊടുത്തുള്ളൂ അല്ലേ? ടിക്കറ്റ് കൊടുക്കുന്ന ആൾക്ക് കണക്ക് കിട്ടൂല. വന്നപ്പോൾ ഒരു ബോട്ട് വിട്ടു. അപ്പോൾ ക്ലോസ് ചെയ്യില്ല. ആ ടിക്കറ്റ് ആര് എങ്ങനെ പോയി എവിടെ പോയി എന്നൊരു പിടുത്തം കിട്ടില്ല. പിന്നെ അടുത്ത ബോട്ട് വരുമ്പോഴും അതിന് കീറി അങ്ങനെയാണ് കൊടുക്കും. എത്ര കൊടുത്തെന്നുള്ള പിന്നെ അവർ ഉദ്ദേശം അങ്ങോട്ട് പറയും. നാട്ടുകാരാണ് കൂടുതലും രക്ഷാപ്രവർത്തനത്തിനുണ്ടായ. ഓട്ടോറിക്ഷക്കാർ, ആ കമലക്കടയിലെ ഓട്ടോറിക്ഷക്കാർ, പിന്നെ ആ വന്നേക്കണ 2 സ്വദേശികളുണ്ടായി, വെള്ളക്കാരുണ്ടായി. അവരെ കണ്ട പാടന്നെ ചാടി. അവർ ചെറായിലേക്ക് പോകാനായിട്ട് വന്ന ആൾക്കാരാണ്. അവരെ കണ്ടാലും ചാടിയല്ല. കുറച്ച് കുട്ടികൾ, 2 പെണ്ണുങ്ങൾ അവർക്ക് എടുക്കാനായി. അതിൽ മരണം ഇതിൽ കൂടിയന. വെള്ളക്കാരനെ എടുത്തിട്ടുണ്ട് ഒരു 6ഓളം പേരാ വിദേശി എടുത്തിട്ടുണ്ട്. ജീവനുള്ള ആൾക്കാരാണ്, ചെറിയ പൈത മക്കളായിട്ടും പെണ്ണുങ്ങളായിട്ടും. രക്ഷാപ്രവർത്തനത്തിൽ ഇവിടെയുള്ള നാട്ടുകാരെല്ലാവരും പ്രത്യേകിച്ച് ഓട്ടോ തൊഴിലാളികളായിരുന്നു. അപ്പോഴും നമ്മൾ 1/2 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന കോസ്റ്റ് ഗാർഡും
1/2 കിലോമീറ്റർ ഇപ്പം കിടക്കുന്ന കേരള പോലീസും അവർക്ക് വയർലെസ് സന്ദേശം വന്നിട്ടില്ല എന്നുള്ള ഇതിൽ അവർ വന്നപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞു. നാട്ടുകാരാണ് 45 മിനിറ്റിൻ്റെ രക്ഷാപ്രവർത്തനവും ആംബുലൻസിന് പകരം ഓട്ടോറിക്ഷയിലും കിട്ടിയ ബോഡികളായാലും ജീവനുള്ളവരായാലും കൊണ്ടുപോയി. ഈ കോസ്റ്റ് ഗാർഡ് ഇത്ര അടുത്ത് കിടന്നിട്ട് പോലും അവരുടെ രക്ഷാപ്രവർത്തനം വളരെ വൈകിയതിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വരെ വളരെ ഫീലിങ്സ് ഉണ്ട്. ഇവിടുന്ന് എത്തി നോക്കിയാൽ കാണുന്ന സ്ഥലമാണ് ഈ കോസ്റ്റ് ഗാർഡ്. പോലീസ് ബോട്ടുണ്ട് ഇവിടെ, 3 പോലീസ് ബോട്ടുണ്ട്. പോലീസ് ബോട്ട് 2 ശവം ഇങ്ങനെ ഒഴുകി പോകണം. ഇവിടെ 2 ശവം ഇങ്ങനെ ഒരു ആണിൻ്റെ ഒരു പെണ്ണിന് ഇവിടുന്ന് പിടിച്ച് പറയുന്നതാണ്. ശവം പോകണം പറയുമ്പോൾ കണ്ട ഒരു വഞ്ചിക്കാരൻ, അവൻ ഓട്ടിക്കുന്ന ആളാണ്. ഒരാളുണ്ട്, അവൻ്റെ വഞ്ചിയിൽ വേറൊരാളുണ്ട്, അവനിക്കൊന്നും അറിഞ്ഞൂടാ. ഈ ഓടിക്കുന്ന ആളെന്ത് വെള്ളത്തിൽ ചാടി ആ ശവൻ 2 കുത്തിക്കയറ്റി. ആ പോലീസ് ബോട്ടിനോട് ഒന്ന് അടുത്തല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ, അവർ വെറുതെ ഇങ്ങനെ നോക്കിക്കല്ലാതെ പോലീസ് ബോട്ടൊന്നും ചെയ്തില്ല. പോലീസ് ബോട്ട് എന്തിനാണ്? അപകടം നേവി ആസ്ഥാനത്തിന് അടുത്താണെന്നതും തീരത്തു നിന്ന് അധികം ദൂരെയല്ല എന്നതും രക്ഷാപ്രവർത്തനം പെട്ടെന്ന് തന്നെ തുടങ്ങുന്നതിന് സഹായകരമായി. അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ആദ്യം ഇറങ്ങിയത് 3 വിദേശീയരാണ്. തുടർന്ന് കയ്യും മേയും മറന്ന് നാട്ടുകാർ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. അപകടത്തിൽപ്പെട്ടവരെ കയറ്റിയ ആംബുലൻസുകൾ ഫെറിക്ക് തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് ഓരോന്നായി എത്തുമ്പോൾ ആശുപത്രി പരിസരം ജനനിബിഡമായിരുന്നു. മരിച്ചവരെയും അല്ലാത്തവരെയും തിരിച്ചറിയാൻ കഴിയാതെ ജനം പരിഭ്രാന്തരായി. ഒന്നും ഉണ്ടായില്ല ബോട്ടിൽ, ഒരു സാധനം പോലും ബോട്ടിലില്ല. മറ്റുള്ള ബോട്ടുകളിൽ നിന്ന് അപകടങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ മറ്റുള്ള ടൂറിസ്റ്റ് ബോട്ടിൽ നിന്ന് ജങ്കാറിൽ നിന്നൊക്കെ വലിച്ചേറുന്ന ബോഴുകളാണ്, സേഫ്റ്റി സാധനങ്ങളാണ്. ഈ അപകടം നടന്നിരിക്കുന്ന ബോട്ടിൽ ഒരു സാധനമില്ല. ജനത്തിന് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റിയ ഒരു സജ്ജീകരണം പോലും അതിലുണ്ടായില്ല. 1977 ഇവിടെ ബോട്ട് സർവീസ് തുടങ്ങുന്നത്. അന്നു തൊട്ട് ഭാരതും മറ്റൊരു ബോട്ടുമാണ് സർവീസിന്. 2 വർഷത്തിലൊരിക്കലോ മറ്റോ അറ്റകുറ്റപ്പണി നടത്തിയാലായി. അപകടത്തിൽപ്പെട്ട ബോട്ടിന് കാലപ്പഴക്കത്താൽ ബലക്ഷയമുണ്ടായിരുന്നതായി ആരോപണം ഉയർന്നിട്ടുണ്ട്. നേരത്തെ പലവട്ടം ഈ പരാതി ബോട്ട് പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഉന്നയിച്ചതുമാണ്. ബോട്ടിൽ ലൈഫ് ജാക്കറ്റുകൾ ആവശ്യത്തിനില്ലായിരുന്നു എന്നും രക്ഷപ്പെട്ടവർ പറയുന്നു. ഉള്ള 2 എണ്ണമാകട്ടെ പെട്ടെന്ന് എടുക്കാനാവാത്ത വിധം കെട്ടിവെച്ചിരിക്കുകയുമായിരുന്നു. 35 വർഷം കാലപ്പഴക്കമുണ്ട്. ബന്ധവിച്ചേക്കണ ബോട്ടാണ് ഇത്. സർക്കാരിൻ്റെ നിയന്ത്രണം കൊണ്ടിട്ട് പിന്നെ അവർക്ക് തന്നെ ലൈസൻസ് പുതുക്കി കൊടുക്കണം. ഇപ്പോൾ ഗോവയെ കണ്ടം ചെയ്യാൻ കൊണ്ട് നിൽക്കുന്ന ജങ്കാറാണിത്. ഈ 2 ജങ്കാർ ഗോവയിൽ കണ്ടം ചെയ്ത ജങ്കാറാണ്. അത് ഈ പ്രൈവറ്റ് കമ്പനിക്കാർ കൊണ്ടുവന്ന് മംഗലാപുരം തൂത്തുക്കുടി കൊണ്ടുവന്ന് ഓവറോളിങ് ചെയ്തിട്ട് പിന്നെ സർവീസ് ഇവിടെ നടത്തുന്നത്. ഇതിനൊന്നും അടിബൗണ്ടേഷനൊന്നുമില്ല. ഇന്നും ഒരു ദുരന്തം നടക്കാനാണ് വഴിയുള്ളൂ. പിന്നെ അധികാരികൾ ഇത് പിന്നെ ഇവർക്ക് പ്രൈവറ്റ് കൊടുത്തുകൊണ്ടിരിക്കണം. ഇവരാണ് ഈ തലപ്പത്ത് ഇവിടെ ഇരിക്കണം. കുറേ കഴിഞ്ഞ് ബോട്ട് അവിടെ നിന്ന് മാറ്റി. പിന്നെ കുറേ ദിവസത്തേക്ക് ബോട്ടും ഇല്ലാഞ്ഞ് ജങ്കാർ സർവീസും ഇല്ലാഞ്ഞ്. പിന്നെ അത് കഴിഞ്ഞൊരു പാപ്പി എന്നും പറഞ്ഞൊരു ഫെറി ബോട്ട് കൊണ്ടുവന്നു. അതും ഇപ്പോൾ കേടായി. പാപ്പി ഇപ്പോൾ അപ്പച്ചനായി. അത് ആലപ്പുഴയിലേക്ക്, ഇന്ന് മനോരമയിൽ ആലപ്പുഴയിലേക്ക് പോയെന്ന് പറഞ്ഞു. ഇന്ന് പത്രത്തിലൂടെ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അത് അശോക് ലൈലാൻഡിൻ്റെ ലോറിൻ്റെ എഞ്ചിനാണ്. 40 വർഷം പഴക്കമുണ്ട്. ഇവിടെ ഇടിച്ച മരബോടി ബോട്ടിന് ജനനതീയതിയില്ല, എക്സ്പയർ ഡേറ്റും ഇല്ല. അതിനേക്കാൾ വലുതാണ് പാപ്പി കൊണ്ടുവന്നത്. പാപ്പിക്ക് അശോക് ലൈലാൻഡിൻ്റെ ലോറിൻ്റെ എഞ്ചിനാണെന്നാണ് ഇന്ന് പത്രം എഴുതിയേക്കുന്നത്. ഇവിടുത്തെ അധികാരികൾക്ക് ഇവർ തന്നെ കൊടുക്കണാണ്. ഇവരൊക്കെ തന്നെയാണ് നേതാക്കന്മാരൊക്കെ തന്നെ ആൾക്കാർ. ഇപ്പോൾ 11 പേരെ ജീവൻ പോയിട്ട് 3 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞു. അത് പോയി, അതോടെ ആ വിഷയം കഴിഞ്ഞ്. പുതിയ ബോട്ട് വന്നിട്ട് സർവീസ് അത് ഇപ്പോൾ ഏതാ സ്ഥലത്ത് ഡീസൽ പാം ഓയിൽ കൊണ്ടുപോകുന്ന ബോട്ടാണ് കൊണ്ടുവന്നത്, വാർജ്. അത് ഈ കായലിൽ ഓടിച്ചിട്ട് ശരിയാവേണ്ടത് അത് പിന്നെ നിർത്തലാക്കി. ബോട്ട് സർവീസ് നിർത്തലാക്കി. ഇപ്പം ജങ്കാറിലേക്കാണ് ആളെ കയറുന്നത്. കൊച്ചിക്കായലിന് ശാസ്ത്രീയപരമായിട്ട് എൻജിനീയേഴ്സൊക്കെ പറയുന്നത് നമ്മളുടെ ഈ ബോഡിയിലേക്ക് ഇറങ്ങുമ്പോൾ 2 സ്റ്റെപ്പ് താഴെ ഇറങ്ങി നിൽക്കുന്ന പ്ലാറ്റ്ഫോം ആയിരിക്കും. എങ്ങനെ ഈ കൊച്ചിക്കായലിൽ ഓടാൻ ബുദ്ധിമുട്ടില്ലാതെ ഓടാൻ പറ്റും. ഇതെന്ന് വെച്ചാൽ ബെർത്തി കയറിയിരിക്കുന്ന മാതിരത്തെ ബോട്ടാണ് പാപ്പി കൊണ്ടുവന്നത്. എയർ ടൈറ്റ് ആയാലും എന്തായാലും ചെറിയൊരു ഷെയ്ക്ക് വന്നാൽ പോലും വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ അധികാരികൾ കണ്ണു തുറന്നാൽ അത്രയും നല്ലതാണ്. യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മളെ യാത്രാ സർവീസ് മുന്നോട്ടേക്ക് നിർത്തിക്കൊണ്ട് പോകും. പിന്നെ വിഷമം എന്ന് വെച്ചാൽ ഞാൻ ഈ നാട്ടുകാരനാണ്. ഇതിൻ്റെ 1/2 കിലോമീറ്റർ അപ്പുറം കോസ്റ്റ് ഗാർഡ് ഉണ്ടായിരുന്നു. അവരെന്തൊക്കെ പിടിക്കണത്, ഇറാൻ ബോട്ടിനെ പിടിക്കാൻ പോണത്, ഹെലികോപ്റ്ററിലൂടെ പറന്ന് നടക്കുന്നത്. നമ്മൾ അവരെ കൺമുമ്പിലുള്ള ദേശത്തിൻ്റെ എന്താണ് വൈകിയെന്ന് വെച്ചപ്പോൾ വയർലെസ് മെസ്സേജ് കിട്ടിയില്ല. ജനത പത്രത്തിൽ അവരെയൊക്കെ ബ്ലോക്കുകളായിരുന്നു. അത് നമ്മുടെ നാട്ടുനടപ്പ് അങ്ങനെയുള്ളൂ. ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള ഈ നഷ്ടപരിഹാരം എത്രയും പെട്ടെന്ന് എല്ലാ കുടുംബങ്ങൾക്കും കിട്ടിയാൽ
അത്രയും അതേ ഉള്ളൂ ഇനിയൊരു ആശ്വാസം. അത് 5 ലക്ഷം രൂപ പോരാ എങ്കിൽ പോലും. 2 വർഷം കൂടുമ്പോൾ സർവീസ് ലേലം ചെയ്തു നൽകി ലഭിക്കുന്ന പണത്തിനപ്പുറത്ത് യാത്രക്കാരുടെ സുരക്ഷിതത്വവും സൗകര്യങ്ങളും നഗരസഭ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിലധികം സ്വകാര്യ വാഹനങ്ങളും സർക്കാർ വാഹനങ്ങളും നിരത്തിലിരിക്കെ വലിയ തുക വായ്പയെടുത്ത് മെട്രോയ്ക്ക് വേണ്ടി ചിലവാക്കുന്ന സർക്കാരിന് എന്തുകൊണ്ട് 55 ലക്ഷം രൂപ നൽകി ജനങ്ങൾക്ക് ഒരു യാത്രാ ബോട്ട് നൽകിക്കൂടാ? ഇനിയും എത്ര അപകടങ്ങൾക്ക് കൊച്ചിക്കായൽ സാക്ഷിയാകുമെന്ന് കണ്ടറിയാം.